ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. എല്ലാവരും ചോദിക്കുന്നുണ്ട് പുതിയൊരു വീഡിയോ ഇടാത്ത എന്താന്ന്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് നമുക്ക് രണ്ടുപേർക്ക് എക്സാം ആയിരുന്നു. നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുക, അപ്പം അതിൻ്റെ എക്സാം ആയിരുന്നു. അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ട്യൂഷൻ ഹോമിലെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് പരിപാടിയായിട്ട് തുടങ്ങാം. ടാറ്റാ ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്, ഗ്രൂപ്പ് ഫോട്ടോ. അപ്പോൾ എല്ലാവരെയും വിളിക്കാം. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. ഫോട്ടോ എടുത്തോ. എല്ലാവരും ആദ്യം ഇരിക്കും, ഞാൻ പിന്നെ എടുക്കാം. സെൽഫി എടുക്കാം. സ്കൂൾ ഫോട്ടോ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ട്യൂഷൻ ഫോട്ടോ. വാ സൗരവ് വാ. ഇതെന്ന് തോന്നുന്നു ഇവിടെ സ്റ്റുഡൻസ് എല്ലാവരും വേണം. പോയിരുന്നോ? തൊപ്പിയൊക്കെ ആർക്ക് വേണം? 2, 3. ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ കേക്ക് മുറിക്കാൻ പോവാം. ഓക്കെ, കേക്ക് മുറിക്കാൻ പോവാണ്. ഇവിടെ നടക്കുന്നേ എന്താ ഒരുത്തിന് മടിയിലൊക്കെ എടാ ഇരുന്നിട്ടല്ലടാ, എഴുന്നേറ്റ് നിന്ന് കേക്ക് മുറിക്കുക. നിങ്ങളെന്താ ഇരിക്കണേ? അമ്മ കേക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. പാട്ടൊന്നും ഇടൂല കേട്ടല്ലോ. പാട്ടൊക്കെ സ്വന്തമായിട്ട് പാടിക്കോണം. പാട്ടൊക്കെ സ്വന്തമായിട്ട് പാടണം. ഓ ബർത്ത്ഡേ ബർത്ത്ഡേ പാട്ടല്ല, ക്രിസ്മസ് പാട്ട്. അവിടെ ഹാപ്പി ക്രിസ്മസ്. പാട്ട് പാടുമ്പോഴാണ് ഉത്സവം. എടാ കുറച്ച് ഇങ്ങോട്ടേ ഇല്ലേ, കുറച്ച് പേര് ഇങ്ങോട്ടോ. നിങ്ങളിവിടെ അങ്ങോട്ട് കയറിന്നോ. അപ്പൊ കേക്ക് മുറിക്കാം. മുറിക്കണം. പാട്ട് പാട്. അല്ല മറ്റേ പാട്ട്. അത് പാട് അത് പാടണം. ബർത്ത്ഡേ അല്ല, ക്രിസ്മസ്. ഇപ്പൊ തേക്കില്ലേ? അടുത്താള് വരട്ടെ. അതൊക്കെ കയ്യിലുള്ളതൊക്കെ എടുത്ത് മാറ്റി വെക്കേ, അത് പിന്നെ എടുക്കാം. എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഡിപ്രസ്ഡ് ഗേൾ. എന്തോ ഡിപ്രഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും കിട്ടിയില്ല. ഇനി നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഓരോരുത്തരായിട്ട് വിളിക്കാം. ഞാൻ പേര് വിളിക്കാം. എനിക്ക് കിട്ടിയില്ല. ഞാൻ പേര് എനിക്ക് കേക്ക് കിട്ടിയില്ല. എടുക്കാൻ പോകണം. അതുമായി കല്യാണി ഓക്കെ. കല്യാണി കിട്ടിയതാണെന്ന് ഇപ്പൊ പറയേണ്ടത്. കല്യാണിക്ക് എന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എന്നെ കണ്ടുവിടാം. എനിക്കാണ് ഉണ്ണിക്കുറി. നമുക്ക് ഗിഫ്റ്റ് എന്താണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അടുത്ത എനിക്ക് കിട്ടിയതാരെന്ന് ഞാൻ പറയാം. എനിക്ക് കിട്ടിയത് സന്ധ്യയാണ്. സന്ധ്യ കാണുന്നില്ല.
ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൈമാറാൻ പോവുകയാണ്. സന്ധ്യയുടെ ക്രിസ്മസ് ഫ്രണ്ട് ആരാണ്? ആരാ? അഭിജിത്താണ്. അപ്പോൾ അഭിജിത്തിന് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ധരണിക്ക് അടുത്ത ഗിഫ്റ്റ്. ഈ ഡയറി മിൽക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നില്ല. തരണി വിചാരിക്കണ്ട, പകുതി ഞാൻ അടിച്ചോണ്ട് പോകുന്നതായിരിക്കും. തരണിയുടെ ക്രിസ്മസ് ഫ്രണ്ട് ആരാണ്? ഹസ്നയാണ്. ഹാപ്പി ക്രിസ്മസ് ഒക്കെ പാട്. സൗരവരെയാണ് ഹസ്നയ്ക്ക് സൗരവിനാരെ കിട്ടിയെന്ന് സൗരം മറന്നുപോയി. ഫിനാസിന് അടുത്ത ഫിനാസ് ഗൗരിക്ക് ഗിഫ്റ്റ്. ആസിഫാണ്. രണ്ടുപേർക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. നമ്മൾ വാങ്ങിയിട്ട് നോക്കുകയാണ്. എല്ലാവരുടെയും ഗിഫ്റ്റുകൾ തുറന്ന് കാണിക്കണം. ലൈറ്റ് കത്തുന്ന ഗിഫ്റ്റുകളൊക്കെ കാണുന്നുണ്ട്. ഇതാരെ ഗിഫ്റ്റാ? ഗിഫ്റ്റുകളൊക്കെ കാണിക്കുക. മെഴുകുതിരി ആണ്. എല്ലാരും ഗിഫ്റ്റൊക്കെ പുറത്തെടുക്കും. ലൈറ്റ് കത്തിച്ച് കാണിക്കും. ഇവിടെ വയ്ക്കും. നോക്കട്ടെ, കേക്കിന് പുറത്ത് വയ്ക്കില്ല. അപ്പൊ രാത്രി കറണ്ട് ഇല്ലാത്തവരൊക്കെ ഈ ലാമ്പ് വെച്ച് പഠിക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് ലാമ്പ് കിട്ടിയിരിക്കുന്നു. മെഴുകുതിരിയാണ്. രണ്ട് ലാമ്പ് ഒരേപോലെ രണ്ട് ലാമ്പ് കിട്ടിയിട്ടുണ്ട്. ഗിഫ്റ്റുകൾ. എന്റെ ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ പൊട്ടിച്ച് നോക്കാം. ഗിഫ്റ്റ് മാറിയില്ല. ഇതാണ് എന്റെ ഗിഫ്റ്റ്. എനിക്ക് രണ്ട് ഗിഫ്റ്റ് ഉണ്ട്. അതെല്ലാം പൊട്ടിച്ച് തുറന്നുകൊണ്ടാണ് അമ്മ തുറക്കുന്നത്. നക്ഷത്രയുടെ ഗിഫ്റ്റ് ആണ്. മണ്ടത്തരം. അവിടെ ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ കൊച്ചു ഭാവിയാണ് നമുക്ക് ഗിഫ്റ്റ് തന്നത്. ഓപ്പൺ വിത്ത് കണ്ണോടൂടെ സീറ്റ് കല്യാണം. ഓപ്പൺ വിത്ത് എ സ്വീറ്റ് സ്മൈൽ. ഇനി അടുത്ത് പൊട്ടിക്കാനുള്ള ഇതാണ്. അമ്മ പൊട്ടിക്കുക, അത് മതി. മെഴുകുതിരിയാണ്. അവളുടെ ഡയറി മിൽക്ക് പകുതി ഞാൻ തിന്നും. അത് കുഴപ്പമില്ല. അതുകൊണ്ട് അവളുടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ലാമ്പ് ഇവിടെ ഉണ്ട്. നമുക്കൊരു സെൽഫി എടുത്താലോ? നമുക്കൊരു സെൽഫി എടുക്കാം. ഒരാൾ സന്തോഷം കൊണ്ട് കരയാണ്. ആനന്ദ കണ്ണീരാണെന്നാണ് പറയുന്നത്. എനിക്ക് ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ടായിരുന്നു, ഞാൻ കാണിക്കാൻ മറന്നു. ഇതാണ്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ ക്രിസ്മസിന് ഏറ്റവും നല്ല ഗിഫ്റ്റ് കിട്ടിയത് എനിക്കാണെന്ന് ഞാൻ പറയുന്നു. ഞാൻ അഭിപ്രായപ്പെടുന്നു. ഡയറി മിൽക്ക് ഇപ്പോൾ കഴിച്ച് ഞാൻ തീർക്കും, അതുകൊണ്ട് പേടിക്കണ്ട. ഗ്രീറ്റിംഗ് കാർഡ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇരുട്ടത്ത് വെച്ച് നോക്കാം. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ബെസ്റ്റ് വിഷസ്. കൊടുത്തോ. ഇങ്ങോട്ട് വാ, എല്ലാരും വാ. കേക്ക് വേണ്ടേ? തേച്ചു കൊടുക്കല്ലേ ഇപ്പൊ? കേക്ക് തേക്കാൻ കിട്ടാത്തതുകൊണ്ട് വേറെ എന്തൊക്കെ തേച്ചു കൊടുക്കും. വേണ്ട, അനിയത്തേക്ക് കേക്ക് വായിൽ വെച്ച് കൊടുക്കണ്ട. എനിക്ക് തരാൻ ആരുമില്ല. അച്ഛനെ വീഡിയോയിലൊന്നും കാണുന്നില്ല.
എന്താണ് ഇവിടെ? അങ്ങോട്ട് നിൽക്കൂ. ഒരാളിത് ഇവിടെ ഒളിച്ചിരുന്ന് കേക്ക് കഴിക്കുകയാണ്. ആർക്കും കൊടുക്കില്ലെന്ന് പറഞ്ഞാണ് കഴിക്കുന്നത്. ഞാൻ ഓടി രക്ഷപ്പെടുന്നു. അത് ഓടി തള്ളി. എല്ലാ വീഡിയോയിലും ഉണ്ട്, പേടിയുണ്ട്. എന്തോ ഞാൻ ഒരു വലിയ പീസ് ഇങ്ങനെ എടുത്തിട്ടുണ്ടെന്നാണ് അവൾ പറഞ്ഞത്. ഇനിയിപ്പോൾ കിട്ടൂലെന്നാണ് അവൾ പറഞ്ഞത്. എനിക്ക് കിട്ടിയില്ല. എൻ്റെ കേക്ക് ഇങ്ങനെ അങ്ങ് എടുത്താൽ കണ്ടോ? ഇരിക്കണുണ്ടോ? നിന്നെ പോലെ അല്ലെന്ന് അറിഞ്ഞൂടെ? പാവം കൊച്ചു കണ്ടോ? അത് തന്നെ, നീ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ പറ്റൂല, അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യാത്തത്. ആരാ വീണ്ടും അവിടെ വിളിച്ചത്? ആരുടെ പോയാ വരുന്നേ നോക്ക്. ഇന്ന് എല്ലാരും കുളിച്ചിട്ടേ പോവുള്ളൂ. എല്ലാരും കൊന്നിട്ടുണ്ട്. അടുത്തതായി കുട്ടികളുടെ കലാപരിപാടികളാണ്. പാട്ടൊന്നും ഇവിടെ ഇടാൻ പറ്റില്ല. വേറെ സ്റ്റോപ്പ് ചെയ്യും. പാട്ടെന്തോ ഫോൺ എല്ലാവരും മാറ്റി വയ്ക്കുക. പരിപാടി കാണാൻ വേണ്ടി എല്ലാവരും റെഡി ആയിരിക്കും. ആദ്യമായി കല്യാണിയുടെ ഒരു പാട്ടാണ്. ഈശ്വര പ്രാർത്ഥനയാണ്. ഓക്കെ, തുടങ്ങിക്കോ. ആരും ചിരിക്കരുത്. ഈശ്വര പ്രാർത്ഥനയാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. കല്യാണി ഇതാ ഈശ്വര പ്രാർത്ഥന തുടങ്ങുകയാണ്. ഇനി മൈക്കില്ല, പാടിക്കോ 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 പോട്ടെ. നേരത്തെ മൈക്കിന് ചെറിയ കണക്ഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതിന് മാറിയെന്നാണ് വിചാരിക്കുന്നത്. ഹലോ ഹലോ. ഇപ്പം മൈക്ക് ഏകദേശം ഓക്കെ ആണെന്ന് തോന്നുന്നു. അടുത്തതായി കല്യാണിയുടെ ഡാൻസാണ്. എല്ലാവരും ഡാൻസ് കാണേണ്ടതാണ്. എന്താണ് ഇവിടെ നോക്കടാ. ഷിനാസിൻ്റെ ഡാൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എടാ അവൻ എന്തിനാ അങ്ങ് ഒളിച്ചിരിക്കണം? ഇനി വാടാ. ഇത്ര നല്ലൊരു ഡാൻസ് കളിച്ച വിനാസിന് എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുക്കുക. അടുത്തതായി കടന്നു വരേണ്ടതാണ്. അടുത്തതായി കല്യാണിന്റെ ഒരു പാട്ടാണ്. നേരത്തെ ഈശ്വരപ്രാർത്ഥന പാടി ചെറിയ മൈക്കിന് കംപ്ലൈന്റ് ആയിരുന്നു. ഇപ്പൊ എല്ലാം ശരിയായിക്കൊണ്ട് അടുത്ത കല്യാണിയുടെ ഒരു പാട്ട്. ഏത് പാട്ടാണ്? കണ്ണും കാണും കാത്തിരിക്കും. ഓക്കെ, എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുത്തോ. പാടിക്കോ. നല്ലൊരു പാട്ട് ആലപിച്ച കല്യാണിക്ക് എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്ത്.
അടുത്തതായി ഒരു സോങ് ആണ്, അത് തരുണിയാണ് പാടുന്നത്. കലാപൊന്നുമില്ല, അല്ലാതെ പാടിക്കോ. തൊണ്ടയൊക്കെ അടിച്ചു പോയെന്നാണ് പറയുന്നത്. അതൊന്നും കുഴപ്പമില്ല, പറ്റുന്ന പോലെയൊക്കെ പാടിയാൽ മതി അല്ലേ? നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യൂലേ? ഒന്നുമില്ല, പാടാ. ലാസ്റ്റ് കൈയടിക്കാം. കയ്യടിയാണോ കേട്ടതെന്നൊരു ഡൗട്ട്. അച്ഛൻ്റെ ഒരു സോങ് ആണ്. പാട്ടല്ലാതെ കേൾക്കണം. അടുത്തതായി ചെവി അടിച്ചു പോകുന്ന സൗണ്ടുകൾ ഇടയ്ക്കിടയ്ക്ക്. അടുത്തതായി പാട്ട് പാടാൻ അഭിജിത്തും സൗരവും ഉടനെ വരുന്നതാണ്. അവർ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗരവ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി വീണ്ടും ഒരു സോങ് തന്നെയാണ്. അത് പാടുന്നത് സൗരവ്. അവന്റെ പ്രണയിനെ ഓർത്ത് നന്നായി ലഭിച്ചു പാടിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ പാട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും സൗരവിന് നല്ലൊരു കൈ കൊടുക്കുക. അടുത്തതായി ചേട്ടൻ്റെ ഒരു പാട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ചേട്ടന് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു. ചേട്ടന്റെ പാട്ട് ആരോമൽ ചേട്ടന്റെ പാട്ട് ആരോമൽ ചേട്ടൻ അത് തേടി തേടി തേടും മനത് തൊലകിറേ പാടി വരും ഇളം കാற்று கூறுவமில்லை காற்றல இல்லை என்றால் ஒரு பாட்டொலி கேட்பதில்லை கண்ணில்லை என்றாலோ திறமார்க்கும் கண்ணை நீ பார்க்க முடியாது இசை போதுமே அடகுவில் முகம் தேவையா உணர்வுகள் போதுமே அந்த உருவம் தேவையா கண்ணில் காட்சி தோன்றிவிட்டால் கற்பனை தீர்ந்துவிடும்
തോன்ற കാഴ്ചയിൽതാൻ കற்பന വളർന്നു വീടും. കൂന്നരെ വിളിച്ച് നമ്മൾ പാട്ട് പാടിക്കുന്നതായിരിക്കും. ഒരു വാ കല്യാണി, നീ എന്തിനു മുട്ടു കുത്തിക്കണേ? അപ്പൊ അതാ കല്യാണിയും തരുണിയും കൂടെ ഒരു പാട്ട് പാടാൻ പോവാണ്. എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാറില്ലല്ലോ ഇന്നേനുള്ളിൽ പൂക്കാലം കളിയാടാമേ കിളിമരത്തണലോരം കളിയാടാമേ കിളിമരത്തണലോരം കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ. ഗൈസ്, അവൾക്ക് വീണ്ടും പാട്ട് പാടണമെന്ന്, അതാ വീണ്ടും പാടുന്നു. കല്യാണി നല്ലതായിട്ട് തന്നെയാണ് പാടിക്കുന്നത്. നേരത്തെ പാടിന കാലം ഈ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്തേ. ഗൈസ്, നമ്മളൊരു റീല് പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലേ? റീലല്ലേ? ഓക്കെ, ഒരു റീലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് പിടിക്കാം. ഓക്കെ, ആദ്യം അത് റീല് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? സ്റ്റെപ്പ് പഠിക്കാം. നമുക്ക് ആ പൈപ്പൊക്കെ അങ്ങ് മാറ്റാം. അപ്പോൾ എല്ലാവരും റീല് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. ഡാൻസിന്റെ പ്രാക്ടീസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കാല്ലേ ടീച്ചർ, ഡാൻസ് ടീച്ചർ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കണം. പഠിപ്പിച്ചു കൊടുക്കടേ. ഇവിടെ 2 ടീമിനും പഠിപ്പിക്കണം. നമ്മൾ 2 ടീമായിട്ട് തിരിയും. നമുക്കിനി ഡാൻസ് കളിക്കാൻ വേണ്ടി പോവാം. ഡാൻസ് അല്ല, പാട്ടായിട്ട് അവർ കളിക്കട്ടെ. പാടാടേ, എല്ലാവരും വാ, താഴെ പോ.
എല്ലാവരും കളിച്ച് തളർന്നിരിക്കുകയാണ്. കളിക്കാതെ രണ്ടുപേരും സിക്സ് പാക്കൊക്കെ വേദന എടുക്കും. എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് തളർന്നിരിക്കുകയാണ്. നേരത്തെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടുപേര്. അടുത്ത് കളിക്കണ്ടേ? മതിയാ തളർന്നോ? വിളിക്കാൻ വന്നിരിക്കുകയാണ്. അവൻ പോകുന്നു. ടാറ്റാ ടാറ്റാ ബൈ ബൈ. ടാറ്റാ ഇതാ കുട്ടി. ടാറ്റാ ടാറ്റാ ബൈ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ ബൈ. ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും കളിച്ച് തളർന്ന് ഡാൻസൊക്കെ കളിച്ച് തളർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ. ടാറ്റാ.